ആദ്യത്തെ ഉരുള എടുത്തതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെയും അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിലെ പരമ്പരയിലെ എല്ലാ പിതൃക്കൾക്കും സായുധ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഓം ആബ്രഹ്മണോ യേ പിതൃവംശജാത മാതൃസ്പൃഹ വംശഭവാമനീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യ ദദൈവാശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ ദൃഷ്ടാശ്ച പൃഷ്ടാശ്ച ഋതൂപകാര ജന്മാന്തരേ യേ മമ സംഗതാശ്ച ദേഭ്യ സ്വധാ പിണ്ടമഹം ദദാമി. വിലയുടെ നടുക്ക് ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയോടുകൂടി നടുക്ക് ഭാഗം വെക്കുക. ഇനി രണ്ടാമത്തെ പെണ്ണ് നോക്കുക. രണ്ടാമത്തെ പെണ്ണ് വയ്ക്കേണ്ടത് ആ ഇപ്പോൾ വെച്ചതിൻ്റെ നേര് മുന്നിലായി വയ്ക്കേണ്ടതാണ്. ഇപ്പോൾ വെക്കേണ്ട പ്രാർത്ഥനയോടുകൂടി ശേഷം വെച്ചാൽ മതി. അച്ഛൻ്റെയും അമ്മയുടെയും കുലത്തിൽപ്പെട്ട മരണപ്പെട്ടവർക്ക് നമ്മുടെ ഗുരുനാഥന്മാരാണ്, മരണപ്പെട്ടു പോയ ഗുരുനാഥന്മാരായിട്ടുള്ളവർക്ക് ആ ഗുരുനാഥന്മാരുടെ കുലത്തിൽപ്പെട്ട സകല ആശ്രിതർക്കും മോക്ഷത്തിനായി ധർമ്മപിണ്ഡം, ഈ രണ്ടാമത്തെ ധർമ്മപിണ്ഡം സമർപ്പിക്കുമെന്ന് പ്രാർത്ഥിക്കുക. പിതൃവംശയും മൃഗായി ച മാതൃവംശയും തഥൈവ ച ഗുരു ശശ്വരബന്ധൂനാം യേ ചാലി പാണ്ഡവാമൃത യേ മേകുലേ ലുപ്തപിണ്ഡ പുത്രധാര വിവർജിത ക്രിയാ ലോപഹതാശ്ചൈവ യാത്യന്ത പങ്കവസ്തുത വിരൂപ ആമഗർഭാച്ച ജ്ഞാത അജ്ഞാത കുലേ മമ ധർമ്മപിണ്ഡം മയോദത്തെ അക്ഷയ ഉപതിഷ്ഠത. നമ്മൾ ആദ്യം വെച്ചതിൻ്റെ നേര് മുകൾ ഭാഗത്തായിട്ട് അവസാനത്തെ പെണ്ണുകൾക്ക് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുലത്തിൽ ഏതെങ്കിലും വിധത്തിൽ നരകയാതന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മോക്ഷത്തിനായി ഈ ധർമ്മപിണ്ഡം സമർപ്പിക്കുന്നതാണ്. അസിപത്രവനെ പോലെ കുമ്പി ഭാഗെ ച രൗരവേദേശ ഉദ്ധാരണാർത്ഥാന ആയപിണ്ഡം ദാമി. ഏറ്റവും താഴത്തെ നമ്മൾ നടുക്ക് വെച്ചിട്ടുണ്ട്. പിന്നീട് പഴമെടുക്കുക. പഴം വയ്ക്കേണ്ട നിങ്ങൾ പഴമെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും കുലം വിട്ടൊഴുകി പോയത് കുലം ഇല്ലാതായവരുടെ മോക്ഷത്തിനായി പ്രാർത്ഥിക്കും. ഉത്സന്നകുലേ ബോധീന യേശാം ദാതാകുലേ നഹി ധർമ്മബിന്ദോ മയാദത്വം അർച്ചയ അമയത്വം. ഇടത് ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം. നേരത്തെ വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം. ഇനി ബാക്കി വന്ന കുഴിയുണ്ട്. നമ്മൾ പിണ്ടം പിടിച്ചതിൻ്റെ ബാക്കി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടാണ്. ആ മാറ്റി വെച്ചതെടുക്കുക. എടുത്ത് ഈ എല്ലാ പിണ്ടത്തിൻ്റെയും പുറമേ നമുക്ക് ചൊരിഞ്ഞിടാൻ വേണ്ടിയാണ്. ഉണ്ട കൊടുത്തത് അത് ചൊരിഞ്ഞിടാൻ വേണ്ടിയാണ്. ഓം പിണ്ടനാമുപരി പിണ്ടശേഷം നമ. എല്ലാ പിണ്ടത്തിൻ്റെയും മുകളിലേക്ക് കൊണ്ടുവയ്ക്കുക. ഒരു പ്രാവശ്യം എള്ളെടുക്കുക. ആ എള്ളിൻ്റെ കൂട്ടത്തിൽ അല്പം വെള്ളം കുടിച്ചെടുക്കുക. എള്ളെടുത്ത് ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്ത് അതിൻ്റെ പുറത്തേക്ക് കളിക്കുക. ഓം തിലോദകം നമഃ. ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. എള്ളെടുക്കുക, അല്പം വെള്ളം എടുക്കുക, വീണ്ടും കളിക്കുക. ഓം തിലോദകം നമഃ. ഇനി കൈവച്ച് പ്രാർത്ഥിക്കുക. അവിടെ തന്നെ ആ പിണ്ടത്തിൻ്റെ പുറത്ത് കൈവയ്ക്കുക. പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകണമെന്ന പ്രാർത്ഥനയാണ്. ഓം അനാദി വിഘ്നോദേവ ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷു പിതൃമോക്ഷപ്രദവും ദേവ. ഇനി ബാക്കിയുള്ള പൂവ് ചന്ദനം എല്ലാം കൂടെ ഒന്നിച്ചെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ബാക്കി വന്നിരിക്കുന്ന പുഷ്പങ്ങളെല്ലാം ചന്ദനം എല്ലാം ഒന്നിച്ചെടുക്കുക. ഒന്നിച്ചെടുത്തതിന് ശേഷം രണ്ട് കൈയും കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നേരത്തെ പിതൃക്കളെ ആവാഹിച്ച് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. നമ്മളവിടെ സന്തോഷത്തോടു കൂടി അന്നപാനീയങ്ങൾ നൽകിയതിനു ശേഷം മടക്കി അയക്കുകയാണ്. ഓം മമ ഉഭയവംശ സമസ്ത പിതൃണ ഓം ഉദ്വാസയാമി. ഇവിടെ നിന്നും പിതൃക്കൾ യാത്രയാകുന്ന സങ്കല്പിച്ചുകൊണ്ട് ഇത് ആ പിണ്ടത്തിന്റെ പുറത്തേക്ക് കെട്ടി. ഇനി വലത് കൈയിൽ കിടക്കുന്ന പവിത്രം അഴിച്ച് കെട്ടഴിച്ച് നീട്ടിവെക്കുക.
മൂത്രം അഴിച്ച് അതിൽ പവിത്രം ഊരിയെടുത്ത് അതിനെ കെട്ടഴിച്ച് പിണ്ടത്തിൻ്റെ പുറത്ത് നീട്ടി വയ്ക്കുക. നമ്മൾ ഇന്ന് അവിടെ കൈവയ്ക്കുക. അതിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്ത കർമ്മങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ വൃത്തികുറ്റങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വയം ക്ഷമിക്കണമെന്ന് ജനാർദ്ദന മൂർത്തിയോട് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക. മന്ത്രഹീനം, ക്രിയാഹീനം, ഭക്തിഹീനം, ജനാർദ്ദന യത് പൂജിതം മയാദേവ പരിപൂർണം തദസ്തു. നിങ്ങൾക്ക് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഇലയെടുത്ത് തലയിൽ വെച്ച് കായൽക്കരയിലേക്ക് ചെന്ന് തിരിഞ്ഞു നിന്ന് കായലിലേക്ക് ആറ്റിലേക്ക് കളയാവുന്നതാണ്. എന്നിട്ട് വെള്ളം കുറഞ്ഞോണം ഇവിടെ വിളക്കിരിക്കുന്നതിനടുത്ത് ഭസ്മമുണ്ട്. ആ ഭസ്മം ചാർത്തിയിട്ട് പോകാവുന്നതാണ്. തിരോഹോമം ചെയ്യുക. അതിനുശേഷം ക്ഷേത്ര ദർശനവും ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല, എടുത്ത് മടക്കി കൊണ്ടുപോയാൽ മതി. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സംഘാടകർക്ക് പറഞ്ഞാൽ അവർ പിടിച്ചെഴുന്നേൽപ്പിച്ച് കാല് മരവത്തിനുണ്ടെങ്കിൽ പ്രശ്നമില്ല. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആറ്റിലേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം. സംഘാടകരുടെ അനുവാദമില്ലാതെ ആറ്റിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങരുത്. മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഗ്ലാസ് താഴെ ഇരിപ്പുണ്ട്. ആ ഗ്ലാസ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് പോകേണ്ടത്. ആറ്റിൽ ചെന്ന് തിരിഞ്ഞു നിന്ന് പിന്നിലേക്കാണ് തലയുടെ പിന്നിലൂടെ ഈ വസ്തുക്കൾ കായലിലേക്ക് കളയേണ്ടത്. അതിനുശേഷം വെള്ളം കുറഞ്ഞ് ആറ്റിലെ വെള്ളം കുറഞ്ഞുകൊണ്ട് നേരെ വന്ന് ഇവിടെ വിളക്കിൻ്റെ അടുത്ത് ഭസ്മമുണ്ട്. ഭസ്മം തേച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് തിലോഹോമം ചെയ്യുന്നുണ്ട്. തിലോഹോമത്തിൽ പങ്കുകൊള്ളേണ്ടവർക്ക് തിലോഹോമത്തിൽ പങ്കുകൊള്ളുന്നവർക്ക്